നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. അവസാന നിമിഷം റയൽ മാഡ്രിഡ് വിജയിച്ചു കയറി. ബാഴ്സലോണയുടെ കിരീടധാരണവും ആഘോഷവും ഒരല്പം അങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട്. അല്ലായിരുന്നെങ്കിൽ ഇന്നലെ മയോർക്കയോട് റയൽ വിജയിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നലെ തന്നെ FC ബാഴ്സലോണ ചാമ്പ്യന്മാരാകുമായിരുന്നു. ഇനിയിപ്പോൾ ഇന്ന് എസ്പാനിയോളിനെതിരെ നടക്കുന്ന മത്സരം വിജയിച്ചാൽ അവർക്ക് കിരീടം ഉറപ്പിക്കാനാവും. ഏതായാലും ഒരല്പം അങ്ങോട്ട് ബാഴ്സലോണയുടെ വിജയാഘോഷം നീട്ടിവെക്കാൻ ഇന്നലെ റയൽ മാഡ്രിഡിന് കഴിഞ്ഞിട്ടുണ്ട്. മികച്ച പ്രകടനമാണ് റയൽ ഇന്നലെ നടത്തിയത്. പക്ഷേ 39 ഷോട്ടുകൾ തീർത്തു. അവസാനമാണ് വിജയിച്ച് കയറിയത്. കിലിയൻ എംബാപ്പയും ജേക്കബ് റമോണുമാണ് അവരുടെ ഗോളുകൾ കണ്ടെത്തിയത്. വലിയൻ്റെ ആണ് മയോർക്കയ്ക്ക് വേണ്ടി ഗോൾ അടിച്ചത്. മത്സരത്തിൽ റയൽ മാഡ്രിഡിൻ്റെ ഡിഫൻസ് നോക്കണം. വാൽവെർദെ, റമോൺ, അസെൻസിയോ, ഗാർഷ്യ എന്നിവരാണ് ഇറങ്ങിയത്. മുന്നേറ്റങ്ങൾ നയിക്കാൻ എൻട്രിക്കും കിലിയൻ എംബാപ്പയും ആർദോ ഗ്യൂളറും ബെല്ലിംഗാമും ലൂക്ക മോഡ്രിച്ചും സബയോസും ഒക്കെ ഒരുമിച്ച് അണിനിരന്നു. മത്സരത്തിൽ റയൽ നല്ല രൂപത്തിൽ അറ്റാക്ക് ചെയ്തു, ആക്രമണങ്ങൾ നിരന്തരം നടത്തി. പക്ഷേ ഗോളാവുന്നുണ്ടായിരുന്നില്ല. എന്നാൽ 11ാമത്തെ മിനിറ്റിൽ തന്നെ വലിയനിലൂടെ മയോർക്ക ലീഡ് എടുക്കുകയും ചെയ്തു. രണ്ടാം പകുതിയിൽ കിലിയൻ എംബാപ്പെ 68ാമത്തെ മിനിറ്റിൽ ഗോൾ അടിച്ചുകൊണ്ട് റയൽ മാഡ്രിഡിനെ ഒപ്പം എത്തിച്ചു. വീണ്ടും നിരന്തര ശ്രമം. പക്ഷേ ഗോൾ അകന്ന് നിൽക്കുമ്പോൾ റയൽ സമനില കൊണ്ട് പിരിയുമോ എന്ന് തോന്നിച്ചു. ഒടുവിൽ ജേക്കബ് റമോണിൻ്റെ ഗോൾ വന്നു. അവർ വിജയത്തിലേക്ക് കടന്നുപോയി. കളിക്ക് ശേഷം ആഞ്ചലോട്ടി പറഞ്ഞു, ഇതുപോലെയാണ് ഞങ്ങൾ എല്ലാ മത്സരങ്ങളും കളിച്ചിരുന്നെങ്കിൽ ഈ സീസണിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള അവസ്ഥയിലാകുമായിരുന്നു. ഞങ്ങൾ അടിച്ച പോലെ 40ഓളം ഷോട്ടുകൾ ഒരു ടീം ഒരു കളിയിൽ അടിക്കുന്നത് എൻ്റെ ഓർമ്മയിലില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.